കഴിഞ്ഞ 90 ദിവസമായി ഈ തന്ത്രി SITയുടെ പ്രത്യേക നിരീക്ഷണത്തിലായിരുന്നു. കാര്യങ്ങൾ ചോദിച്ചറിയാൻ എന്ന ഭാവേന ഒരു സംശയവും തോന്നാതെ മൊഴിയെടുത്തിരുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞു, പോറ്റിയെ തനിക്ക് മുൻ പരിചയമില്ല, ശബരിമലയിൽ വന്നതിന് ശേഷമാണ് പരിചയം. അതിനെപ്പറ്റിയൊക്കെ SIT പഠിച്ചു. അപ്പോഴാണ് മനസ്സിലാവുന്നത് പോറ്റിയുമായിട്ട് ഈ തന്ത്രിക്ക് ദീർഘകാലത്തെ ബന്ധമുണ്ട് എന്നും ഒരുപക്ഷെ പോറ്റിയുടെ ശബരിമലയിലേക്കുള്ള ആഗമനം തന്നെ തന്ത്രിയുടെ കാർമ്മികത്തിലാണ് എന്നും SITക്ക് ബോധ്യമായി. അപ്പോ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട്. അതാണ് അറസ്റ്റിലേക്ക് നയിച്ച പ്രാഥമികമായ കാരണം. അത് തീർച്ചയായും അറസ്റ്റിന് സാധ്യമായ കാരണം തന്നെയാണ്. എന്തുകൊണ്ട് തന്ത്രി കള്ളം പറഞ്ഞു? അപ്പോ എന്തൊക്കെയോ അദ്ദേഹം ഒളിക്കാൻ ശ്രമിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ശബരിമല സ്വർണ്ണക്കൊള്ളയില് അദ്ദേഹത്തിനും പ്രത്യക്ഷമായോ പരോക്ഷമായോ പങ്കുണ്ട് എന്നാണ് കോമൺ സെൻസ് ഉള്ള ആർക്കും മനസ്സിലാവുന്നത്.